ഒരു കച്ചവടത്തിന് പോവുകയാണെങ്കിൽ ആ കച്ചവടത്തിന്റെ ദീൻ അറിയണം, അല്ലാതെ കച്ചവടം ചെയ്യാൻ പറ്റൂല. ഒരു കച്ചവടം ചെയ്യുകയാണെങ്കിൽ അത് ദീൻ അറിയണം, അല്ലാതെ കച്ചവടം ചെയ്താൽ അറിയാതെ ഹറാമ് പോയി പെട്ടു പോകും. പലിശ കൊടുക്കും, പലതും പ്രഖ്യാപിക്കും ലാഭം കിട്ടാൻ വേണ്ടി. നമ്മുടെ നാട്ടിലേക്ക് കാണാൻ പെരുന്നാളാകുമ്പോൾ 1000 റുപ്യക്ക് വാങ്ങിയാൽ ഒരു കൂപ്പണ് ഫ്രീ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുന്ന സംഗതികൾ പോലും അതൊക്കെ എല്ലാം ഹലാലായതല്ല, അതിൽ ഹറാമുകൾ വരാറുണ്ട്, ചൂഷണങ്ങൾ വരാറുണ്ട്. അപ്പൊ ഏതാണെങ്കിലും ഏത് ഹലാലായ വഴിക്ക് ഇറങ്ങുകയാണെങ്കിലും അതിന്റെ ദീന് അറിയൽ ഫർള് ഐനാണ്. ഉമർ ഖത്താബ് തന്നെ മദീനയിൽ നിയമം പാസ്സാക്കുന്നത്, മദീനത്ത് കച്ചവടം ചെയ്യണമെങ്കിൽ, ലൈസൻസ് കിട്ടണമെങ്കിൽ കച്ചവടത്തിന്റെ കർമ്മശാസ്ത്രം അറിഞ്ഞിരിക്കണം എന്നാണ്. ഉമർ ഖത്താബ് ഖലീഫയാകുമ്പോൾ ലൈസൻസിന് അപേക്ഷ കൊടുത്താൽ ഓനെ ഇന്റർവ്യൂ വിളിക്കും, എന്നിട്ട് ഓനെ ചോദ്യം ചെയ്യും, കച്ചവടത്തിന്റെ ഓരോരോ മസാല ചോദിക്കും. അതിന് കൃത്യമായി മറുപടി പറഞ്ഞാൽ ലൈസൻസ് പാസ്സാകും, ഇല്ലെങ്കിൽ പറയും മദീനത്ത് കച്ചവടം ചെയ്യാൻ പറ്റൂല, ഇവിടെ ഈ ഹറാമായ ഏർപ്പാട് മദീനത്ത് പറ്റൂല, അതുകൊണ്ട് ദീന് പഠിച്ചു വാ, എന്നിട്ട് ലൈസൻസ് തരാം. അത് ഉമർ ഖത്താബിന്റെ രീതി. അപ്പൊ ഏത് കച്ചവടം എല്ലാവർക്കും അറിയണോ? വേണ്ട. നമ്മൾ കച്ചവടക്കാരാകാൻ പോവുകയാണോ? അതറിയണം. അപ്പൊ ഏതിലും ആ രംഗത്ത് അറിയേണ്ട സംഗതികൾ അറിയൽ ഫർള് ഐനായ കാര്യമാണ്.